ഹല്ലേലൂയ, വിശ്വാസത്തോടെ നീ അതിനെ തകർന്ന് കയറി നിൽക്കുവാൻ തയ്യാറെങ്കിൽ ആമേൻ, രാത്രികാലം ഒരു കുഞ്ഞിനെ പോലെ അപ്പാ ഞാൻ ഒന്നുമില്ല അപ്പാ ഞാൻ ഏതുമില്ല അപ്പാ ആമേൻ, ഇന്ന് രാത്രികാലം ഒരു ഒഴിഞ്ഞ പാത്രമായി എന്നെ ഏൽപ്പിച്ച് തരികയപ്പാ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രികാല കർത്താവേ ആമേൻ, എന്നെ ഒന്ന് തൊടണമേ ആമേൻ, എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഉറബ ശകമാന സിയതുന റകമാന റിഹബല ശുരബല സിയതുന റബ്ശമാന സിയതുന റകമാന. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഓ ദൈവശക്തി ഇന്ന് രാത്രികാലം വ്യാപരിക്കട്ടെ. ദൈവാലയം ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഈ ആലയത്തിൽ ഇറങ്ങട്ടെ കർത്താവേ ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്നവർക്ക് നിൽപ്പാൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവാഹം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ വെളിപ്പെടട്ടെ കർത്താവേ. അതിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ കുറവുകളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഏറ്റുപറയുകയപ്പാ ഇന്ന് രാത്രികാലം ആമേൻ. ഹല്ലേലൂയ. ലംഘനം മറച്ചു വെക്കുന്നവനല്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ ശുഭം വരുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ കർത്താവേ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി ഞങ്ങളിലുള്ള കുറവുകളെ അങ്ങ് ക്ഷമിക്കുമാറാകണമേ ഇന്ന് രാത്രികാലം ദൈവാത്മാവേ. We welcome your Holy Spirit കർത്താവേ. അങ്ങ് വന്നാട്ടെ കർത്താവേ, അങ്ങ് നിയന്ത്രണം ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഹല്ലേലൂയ പ്രവർത്തിച്ചാട്ടെ കർത്താവേ. അങ്ങ് പ്രവർത്തിക്കുവാനുള്ള ഒരു ഹോളി ഗ്രൗണ്ടായി അവൻ ഇതിനെ അങ്ങ് മാറ്റിയിരിക്കുകയാൽ സ്തോത്രം. രാത്രികാലം അവൻ അസാധാരണമായ ദൈവപ്രവർത്തികൾ ഞങ്ങളുടെ മധ്യേ നടക്കുന്നതിനായി സ്തോത്രം. ഇത് രാത്രികാല കർത്താവേ അവൻ ചില പാപികൾ മാനസാന്തരപ്പെടുന്നതിനായി സ്തോത്രം. അവൻ രാത്രികാല രോഗികൾ സൗഖ്യമാകുന്നതിനായി സ്തോത്രം. ഇത് രാത്രികാലം ഹല്ലേലൂയ അവൻ ഉദരങ്ങൾ തുറക്കുന്നതിനായി സ്തോത്രം. ഇത് രാത്രികാല കടഭാരങ്ങൾ മാറുന്നതിനായി സ്തോത്രം. ഇത് രാത്രികാലം ചിലർ യേശുവിനെ കണ്ടുമുട്ടുന്നതിനായി സ്തോത്രം. ഇത് രാത്രികാലം ചിലർ അവൻ ഇതാ നിന്റെ ദൈവം, അവൻ ഇതാ നിന്റെ ദൈവം, അവൻ ബലശാലിയായി വരുന്നു, അവൻ ബലശാലിയായി വരുന്നു, അവൻ ബലശാലിയായി വരുന്നു. ഇത് രാത്രികാലം വീണ്ടെടുക്കുവാൻ അവൻ വീണ്ടെടുക്കുന്നവൻ അവൻ സിയോനിലേക്ക് അവൻ ബലശാലിയായി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ ഇത് രാത്രികാലം ആ ദൈവ സാന്നിധ്യത്തിൽ മൂടി അവൻ ഞങ്ങളെ മറയ്ക്കുമാറാകണമേ. തുടർന്നുള്ള എല്ലാ സ്നേഹവും പരിശുദ്ധാത്മാവേ ഏറ്റെടുത്താട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ അവിടുന്ന് സൂക്ഷിക്കണം, പരിപാലിക്കണം. നിങ്ങളുടെ നാമത്തിൽ കർത്താവെ ആലയത്തെ പരിസരത്തെ ഞങ്ങൾ അവൻ അനുഗ്രഹിക്കുന്നു. ഈ ആലയത്തെ പരിസരത്തെ യേശുവിന്റെ നാമത്തിൽ ശുദ്ധീകരിക്കുന്നു. ദൈവ പ്രവർത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നല്ല പിതാവേ. Stotram, stotram.
പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. കർത്താവേ, പരിശുദ്ധനായിരിക്കുന്ന നല്ല കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് രാത്രിയിലും കർത്താവേ, ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ തിരുക്കരം ഞങ്ങളെ നേരെ നീട്ടുമാറാകണം. ആദിയോട് അന്തം ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ശക്തമായി ചലിക്കുന്നത് ഞങ്ങൾ അനുഭവിപ്പാൻ സ്വർഗമിടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുമാറാകണം. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ നന്നായി കഴിയും. അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങേക്ക് സ്തോത്രം കരയറ്റുവാൻ, അങ്ങയുടെ അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അകത്ത് വലിയൊരു തീഷ്ണത നിറയട്ടെ, ദൈവത്തോടുള്ള വലിയ സ്നേഹം നിറയട്ടെ. അപ്പോ പരിശുദ്ധ ആത്മാവിന്റെ ശക്തമായിരിക്കുന്ന ആദിയിൽ ജലത്തിന്റെ വീത പരിവർത്തിച്ചതുപോലെ ഇതിന്റെ അകത്ത് അതിശക്തമായി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാടുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ ദുർരക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചാണ്. We consecrate this place, O God, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇതിനെ ഞങ്ങൾ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ആത്മാവേ, ഒരു വിശുദ്ധിയുടെ ആത്മാവിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. അതിശക്തമായിരിക്കുന്ന ദൈവ സാന്നിധ്യം, അതിശക്തമായിരിക്കുന്ന ദൈവാത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി ഇതിന്റെ മേൽ ഇറങ്ങി വരണമേ. അപ്പോ ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ നന്ദി പറയുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ആശ്ചര്യമായിരിക്കുന്നവനെ, ആമേൻ. ഞങ്ങളുടെ നാഥനായിരിക്കുന്ന, ഞങ്ങളുടെ കാരുണാനിധിയായിരിക്കുന്ന ദൈവം ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, രക്ഷകൻ
എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ ഇതരയിൽ രുചിച്ചറിയാൻ
എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. ഇന്ന് പകൽ കർത്താവേ അങ്ങയോടുള്ള വലിയ സ്നേഹമുണ്ട്. ഈ ജനത്തെ നിറച്ചാണ്ട് കർത്താവേ, കർത്താവേ അങ്ങയെ സ്നേഹിച്ച് കൊതി തീരാതെ വന്ന സ്നേഹിപ്പാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിറച്ചാണ്ട് കർത്താവേ. ഇവിടെ ഇരിക്കുന്ന ഈ സകല കുഞ്ഞുങ്ങളുടെ പേരിൽ ഒരു അഗാപ്പെ സ്നേഹം ഇപ്പോൾ തന്നെ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവസ്നേഹം നിറയട്ടെ അപ്പാ. ഒരു വലിയ ദൈവസ്നേഹം നിറയട്ടെ. അവൻ എല്ലാ മലിനതകളെയും കഴുകിക്കളയുന്ന മഹത്വത്തിന്റെ തീ ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഇറങ്ങട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ പാടി സ്തുതിക്കുവാൻ തക്കവിധം പരിശുദ്ധിയാത്മാവിന്റെ കഴിയട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിനോട് നമുക്ക് ചേർന്ന് പറയാം. എനിക്കുള്ളതിനേക്കാൾ
ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ കർമ്മവും പ്രവൃത്തിയിലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, 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 യേശുവേ ആരാധ്യനേ,
ഞങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയമിടിപ്പ്, ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ ധമനിയും എന്റെ ദൈവത്തെ ആരാധിക്കാൻ തക്കവിധം വലിയ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. അപ്പോ ഇന്ന് രാത്രി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇവിടെ നിൽക്കുന്ന ഓരോ പൈതലും അങ്ങേ സ്തുതിക്കുക, ആരാധിക്കുക, നന്ദി പറയുക. യേശുവേ, ഞങ്ങളുടെ ആരാധന ഒന്ന് സ്വീകരിക്കുവാനാകണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവസാന്നിധ്യം ഇന്ന് രാത്രി അതിശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു കൊള്ള കിട്ടിയ സന്തോഷം പോലെ ഇന്ന് രാത്രി വലിയത് പ്രാപിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മർക്കോസിന്റെ പാലിക മുറിയിൽ ഇറങ്ങിയ ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവർ നയിക്കണം. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി once again കർത്താവേ, അങ്ങയുടെ ആ പിന്മഴയെ അയക്കണമേ. അപ്പ കർത്താവേ, അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല ബുദ്ധിയെയും കവിയുന്ന വലിയ സന്തോഷവും സമാധാനവും കൊണ്ട് ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടട്ടെ. കർത്താവേ, ഈ ജനം അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവിനാൽ ചലിക്കപ്പെടുവാൻ തുടങ്ങട്ടെ. അപ്പ ആത്മാവ് ഞങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അളവ്, അതേ കർത്താവേ, അവൻ ഞങ്ങളുടെ നരയാണിയോളമല്ല, ഞങ്ങളുടെ മുട്ടോളമല്ല, ഞങ്ങളുടെ അരിയോളമല്ല, ഞങ്ങൾ നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ സാന്നിധ്യം ഇതിന്റെ അടിത്തവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുക. ഓരോ പൈതലിന്റെ മേലും നിറയ്ക്കണമേ അപ്പ, ഓരോ കുഞ്ഞിന്റെ മേലും നിറയ്ക്കണമേ അപ്പ. ഇന്ന് രാത്രി ഞങ്ങൾ ആൾമാറിയതുപോലെ ഞങ്ങളൊക്കെ ശ്രമിക്കുവാൻ അവർ വിധേയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധ ആത്മാവിന്റെ ഇമ്പശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അവൻ മഞ്ഞുരുകുന്നത് പോലെ, മെഴുകുരുകുന്നത് പോലെ ഉരുക്കി കളയുന്ന വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് I release the presence of God. ദൈവ സാന്നിധ്യം, the presence of God, the presence. Yes. കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ മുറ്റുമാറ്റി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് വലിയത് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി കുരുക്കുകളെ അവിടുന്ന് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചങ്ങലകൾ വീഴുന്നത് ഞങ്ങൾ അറിയൂ. കർത്താവേ, എന്റെ ജീവനുള്ള വചനം കൊണ്ട്, എന്റെ ജീവന്റെ വചസ്സുകൾ കൊണ്ട് ഇന്ന് രാത്രി അവരുടെ അത്ഭുതങ്ങളെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അവർ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദി അപ്പ. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അങ്ങയുടെ ശബ്ദം തന്നെ കേൾപ്പിക്കണം. കർത്താവെ, പ്രസംഗിക്കുന്നവരും ഇവിടെ ഇരിക്കുന്ന ഓരോ പൈതലും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവിധം അവിടുത്തെ അരുളപ്പാട് ഞങ്ങളെ കേൾപ്പിക്കുവാനാണ്. കർത്താവ്, ഞങ്ങളെ പുതുതാക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേക്ക് സ്തുതിയും പൂഴ്ചയും ആരാധനയും കരേറ്റുകയപ്പ. ഒരപ്പന്റെ മക്കളായിട്ട് ഒരുമിച്ച് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി കരേറ്റുന്നു. സകല മാനവും മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും എന്നും എപ്പോഴും അങ്ങേക്ക് മാത്രം. കർത്താവേ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. തോന്നുമാറാകണം പരിശുദ്ധ നല്ല പിതാവേ.
ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുകയാണ്, കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ള ഇടത്ത് ആമേൻ വലിയ അത്ഭുതങ്ങളുണ്ട്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് ചലിക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കും. ആമേൻ, ആമേൻ. അത്ഭുതങ്ങൾ, ആമേൻ സ്തോത്രം, ആർക്കെങ്കിലും ഒരു ദൈവദാസന്റെ കുത്തകയല്ല, പിന്നെയോ ആമേൻ സ്തോത്രം, വലിയ ദൈവദാസന്മാരെന്ന് പേര് കേട്ട ആൾക്കാർക്ക് വേണ്ടിയല്ല, പിന്നെയോ രാജാവ് ഉള്ള ഇടത്ത്, എൻ്റെ കർത്താവ് ഉള്ള സ്ഥലത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും. ആമേൻ. അത് കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് 2-3 വാക്യങ്ങൾ വേഗത്തിൽ ആമേൻ നമുക്ക് വായിക്കാം. 2 വാക്യങ്ങൾ, 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിൽ സന്നിധിയിൽ നിന്നാട്ടെ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ നിജപുത്രനായിരിക്കുന്ന എന്ന് പറഞ്ഞ ക്രിസ്തുവിൽ തൻ്റെ മകനായിരിക്കുന്ന ആമേൻ തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിനകത്ത് തൻ്റെ നിര്യാണ കാലം അടുത്തപ്പോൾ ആമേൻ താനൊരു പാനീയ യാഗമായി തൻ്റെ ജീവിതം ഒഴുക്കി കളയുകയാണ്. കർത്താവിന് സ്തോത്രം. താൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുക. സ്തോത്രം. തിമോത്തി എന്ന് പറയുന്ന ദൈവദാസന്റെ അരുമ ആമേൻ ശിഷ്യനെ അടുത്ത് വിരിച്ച്, മകനെ തിമോത്തി, ആമേൻ സ്തോത്രം, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി. കർത്താവിന് സ്തോത്രം. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, ആമേൻ സ്തോത്രം, അവന്റെ പ്രത്യക്ഷതയിൽ യേശു കർത്താവ് വരുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വൃദ്ധന്മാർക്കും അവനത് കൊടുക്കും. കർത്താവിന് സ്തോത്രം. വളരെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു യാത്രാമൊഴി. ആമേൻ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ ഒക്കെ ചെയ്യുമെന്ന് അറിയത്തില്ല, പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മക്കളെയൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കും. ആമേൻ, നീ നിന്റെ അമ്മയെ നോക്കണം, നിന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല, വിടണം. ആമേൻ, നിന്റെ കാര്യമാണ്. ആമേൻ സ്തോത്രം. നിന്റെ മുൻശുണ്ടിയൊക്കെ മാറ്റണം. അങ്ങനെ പലതും അപ്പന് പറയാനുണ്ടാകും. ആമേൻ. പലപ്പോഴും പല സമയത്തും പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലെങ്കിലും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മരണശയ്യയിൽ തന്നോട് പറയുന്ന വാക്കുകൾക്ക് ഒരു മകൻ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കൂടെയുണ്ടോ? കർത്താവിന് സ്തോത്രം. അങ്ങനെ പറയുന്ന തൻ്റെ മകനായിരിക്കുന്ന നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കർത്താവിന് സ്തോത്രം. പൗലോസിന് പറയാനുള്ള 2 കാര്യം. ഒന്ന്, ഞാൻ തികച്ചു. ഓടി തുടങ്ങി എന്ന് മാത്രമല്ല, ഞാൻ ഓട്ടം പൂർത്തിയാക്കി. ആമേൻ. I have completed my race. ആമേൻ. മകനെ, ഞാൻ നിൽക്കുന്നത് ആമേൻ സ്തോത്രം ഓട്ടക്കളത്തിൽ ഇടയ്ക്ക് വെച്ച് ആമേൻ സ്തോത്രം നിർത്തിപ്പോയവരുടെ കൂട്ടത്തിലല്ല, പൂർത്തിയാക്കിയവനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ദൈവദാസൻ പറയുകയാണ്, ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തു. കർത്താവിന് സ്തോത്രം. എൻ്റെ വിശ്വാസം കെട്ടുപോകുവാൻ, നശിച്ചു പോകുവാൻ
ഞാൻ സമ്മതിച്ചില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് തിമോത്തിയോട് പറയുകയാണ്, ഞാനത് ചെയ്തത് അവൻ സ്തോത്രം ഒരു നിസാര കാര്യമെന്ന പോലെയല്ല, പിന്നെയോ ഒരു പോർക്കളത്തിൽ പൊരുതുന്നത് പോലെയാണ് ഞാൻ എൻ്റെ ഓട്ടം തികച്ചത് എന്ന് പറഞ്ഞാൽ, ഈ ഓട്ടം ഓടി തീർക്കാതിരിപ്പാൻ എനിക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാനുള്ള ആമേൻ സ്തോത്രം പല ആമേൻ പ്രലോഭനങ്ങളും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പൊരുതി. ആമേൻ സ്തോത്രം. നമ്മൾ പൊരുതുന്ന പോലെയല്ല, കൂട്ടു സഹോദരനോട് പൊരുതുന്ന പോലെയല്ല, കുടുംബത്തിനകത്ത് പൊരുതുന്ന പോലെയല്ല, പിന്നെയോ ആമേൻ സ്തോത്രം ഓട്ടം തികയ്ക്കാൻ വേണ്ടി ഞാൻ പൊരുതി. വിശ്വാസം കാക്കാൻ വേണ്ടി ഞാൻ പൊരുതി. കർത്താവിന് സ്തോത്രം. മകനെ തിമോത്തി, ആമേൻ സ്തോത്രം, എനിക്കായിട്ട് നീതിയുടെ കിരീടം സ്വർഗത്തിലെ ദൈവം കാത്തുവച്ചിരിക്കുക. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നിസാര കാര്യമല്ലേ. ആമേൻ സ്തോത്രം. ഞങ്ങളോട് പറയും കർത്താവിന് സ്തോത്രം, ഇത് എപ്പോഴേ ഞങ്ങൾ കാത്തതാ, എപ്പോഴേ ഞങ്ങൾ ഈ ഓട്ടം പൂർത്തിയാക്കിയതാ എന്നതുപോലെയാ നമ്മൾ ഇരിക്കുന്നത്. ആമേൻ. ഇത് വായിച്ചു കേൾക്കുന്ന ആർക്കും ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തോട് ആമേൻ സ്തോത്രം ആമേൻ ഇതൊരു കണ്ണാടി പോലെ വെച്ച് നോക്കണമെന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടുണ്ടാകത്തില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാ, വിശ്വാസം എന്ന് പറയുന്നത് കാക്കാനുള്ളതാ. ആമേൻ. അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാ. ആമേൻ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൽ മാത്രം വിശ്വസിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിയാലുള്ള നീതീകരണമല്ല, പിന്നെയോ ന്യായപ്രമാണത്താലുള്ള നീതീകരണമല്ല, പിന്നെയോ വിശ്വാസത്താലുള്ള നീതീകരണം തന്നെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരെ എല്ലാവരും ഇരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എത്രയോ തവണ ഈ പുൾപിറ്റിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിയാലല്ല, അവൻ സ്തോത്രം വിശ്വാസ മുഖാന്തരമുള്ള നീതീകരണമുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വിശ്വാസം, ആ വിശ്വാസം ഇല്ലാത്ത ആരും തന്നെ ഒരു പക്ഷേ ഇതിനകത്ത് ഇല്ലാത്തില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ഈ വിശ്വാസം ഉണ്ടായിരുന്ന പലരും ഈ ഓട്ടക്കളത്തിൽ വീണുപോയി. ആമേൻ. ഈ ഓട്ടക്കളത്തിൽ ഉണ്ടായിരുന്ന പലരും അത് പൂർത്തിയാക്കാതെ പിന്മാറിപ്പോയി. അവർക്കും ഈ വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഉണ്ടോ? യേശു രക്ഷകനും നാഥനുമാണെന്ന് വിശ്വസിച്ച് അവൻ പലരും ഈ ഓട്ടക്കളത്തിനിടക്ക് ആമേൻ സ്തോത്രം തന്റെ ഓട്ടം നിർത്തി ഉപേക്ഷിച്ച് പോകുവാനിടയായി. അവരുടെ വിശ്വാസത്തിന് വ്യത്യാസം വരുവാനിടയായി. ആമേനോ. ആമേൻ. ചില ദിവസങ്ങൾ യേശു മാത്രം രക്ഷകനാണെന്ന് പറഞ്ഞു, യേശു മാത്രം ദൈവമാണെന്ന് വിശ്വസിച്ചു. യേശുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചൊക്കെ വിശ്വസിച്ച പലരും ഇപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പുണ്യവാളന്മാരുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കുന്ന കാലമാണ്. എന്നോട് പിണങ്ങല്ലേ? 1-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. 1 തിമോത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. മകനെ തിമോത്തിയോസേ, എത്ര വാത്സല്യത്തോടെയുള്ള വാക്കുകളാ. ഒരപ്പൻ ഒരു മകനോട് ഒരിക്കലും ഭോഷ്ക് പറയത്തില്ല. പറയോ? തന്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഒരു അണിയോടെന്ന പോലെ ഒരിക്കലും ഒരപ്പൻ അവൻ ഒരു മകനോട് പറയത്തില്ല, അല്ലേ? പറയോ? അച്ചുകൂടെ പറയോ? പറയത്തില്ല. കർത്താവിന്റെ സ്തോത്രം. അവൻ തന്റെ പാർട്ടി ചേർക്കാൻ എന്ന പോലെ അവൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരപ്പൻ ഏതായാലും മകനോട് പറയത്തില്ല. മകനോട് പറയുന്നത് അവൻ എത്ര മാറ്റാ? 10 മാറ്റോ? സ്വർണത്തിന് ഈ തങ്കത്തിന് എന്താ പറയും? 10 മാറ്റല്ലേ? 22 24 എത്രയാ? തനി തങ്കം. അവൻ അപ്പം പറയുന്നത് തങ്കത്തിന്റെ വിലയുള്ള വാക്കുകളാണ്. കാരണം എന്താണെന്നറിയാമോ? മകനോടപ്പം ബോഷ്ക്ക് പറയത്തില്ല. അതുപോലെ തിമോത്തിയോസിനോട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിളിച്ചു പറയുന്ന കാര്യമാണ്, മകനെ തിമോത്തിയോസേ, വായിച്ചു, നിന്നെ കുറിച്ച്
ആ ഞാൻ ഈ ആജ്ഞ, എല്ലാവരും പറഞ്ഞേ, ഈ ആജ്ഞ. ഇതൊരു വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയുന്ന ഒരു സംഭവമല്ല. പിന്നെയോ ഇത് ആജ്ഞയാണ് എന്ന് പറഞ്ഞ കമാൻഡ്. ഈ ആജ്ഞ നിനക്ക് തരുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ചേർന്ന് പറഞ്ഞ നല്ല മനസാക്ഷി. വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അഗൈൻ ഇതൊരു പോർക്കളമാ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുമ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പൊരുതും. എന്തിനാ? വിശ്വാസം കാക്കാൻ. എന്തിനാ പൊരുതിയെ? ഓട്ടം തികയ്ക്കാൻ. പൗലോസ് ഇവിടെ വിളിച്ചു പറയുക, മകനെ തിമോത്തിയോസേ, ആമേൻ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ വായിച്ചു, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. കർത്താവിന്റെ സ്തോത്രം. ബ്രദറെ, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ്, ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്ററെ, വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ്, ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ച പലരും ആമേൻ സ്തോത്രം ഈ ഓട്ടത്തിനിടയ്ക്ക് ആമേൻ നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞത് കൊണ്ട് എന്തു സംഭവിച്ചു? അവരുടെ വിശ്വാസത്തിന്റെ കപ്പൽ, the ship of faith, തകർന്നു പോയി. ആമേൻ. ഇന്ന് രാത്രി ചിലതൊക്കെ അതിന്റെ നമ്മുടെ അകത്തൊന്ന് ഉറയ്ക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രസംഗിക്കുക. കർത്താവിന്റെ സ്തോത്രം. ദേവദാസൻ പറയുക, ഈ വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞത് മുഖാന്തരമായിട്ട് ചിലരുടെ വിശ്വാസത്തിന്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഈ കപ്പൽ എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സംഭവമല്ല അല്ലേ? ഒരു കപ്പലൊക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര ദിവസങ്ങൾ എടുക്കും, എത്ര മാസങ്ങൾ, വർഷങ്ങൾ എടുക്കും. ആമേൻ. അതുപോലെ ഉണ്ടാക്കിയ ഒരു വിശ്വാസത്തിന്റെ കപ്പൽ അതുപോലെയാ. ഇറ്റ്സ് എ മാൻഷൻ, വെരി ബിഗ്, മാസീവ്. കർത്താവിന്റെ സ്തോത്രം. വലിയ കപ്പൽ. ഓരോ ദിവസവും വചനം കേൾക്കുന്നു, ദൈവദാസൻ ചാടി പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, പണിയുന്നു. കപ്പൽ അങ്ങനെ പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളിവിടെ എല്ലാ വെള്ളിയാഴ്ച വരുമ്പോ ഒരു കപ്പല്, വിശ്വാസത്തിന്റെ ഒരു കപ്പല് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. നമ്മളിവിടെ ചുമ്മാ ഇരിക്കുക. കർത്താവിന്റെ സ്തോത്രം. എന്നാലും ആത്മമണ്ഡലത്തിൽ ഒരു വിശ്വാസത്തിന്റെ കപ്പലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ പണിയപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ കപ്പൽ, ആമേൻ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞത് മുഖാന്തരമായിട്ട് തകർന്നു പോയി. അടുത്ത വാക്യം. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാ. പൗലോസ് പേരെടുത്ത് പറയുക. മത്തായിയും ഔസേഫും ഈ കൂട്ടത്തിലുള്ളതാ. അവൻ ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽപ്പെട്ടതാ. ഏത് കൂട്ടത്തിൽ? ഒരു ദിവസം ദേവദാസൻ വചനം പ്രസംഗിച്ചു. വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. വിശ്വസിക്കുന്നവരുടെ കൈകളൊക്കെ ഉയരട്ടെ. ഹുമനിയോസിന്റെ കൈ ഉണ്ടായിരുന്നു, അലക്സാണ്ടറിന്റെ കൈ ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ച ആൾക്കാരാ, ഓട്ടം തുടങ്ങിയ ആൾക്കാരാ. ആമേൻ. ഓട്ടം തുടങ്ങിയ ദൈവദാസന്മാർ സാധാരണ വിശ്വാസി അല്ല. ഹുമനിയോസും അലക്സാണ്ടറും ഒക്കെ എഫേസോസിലെ സഭയിലെ ശുശ്രൂഷകന്മാരാ. അവര് പഠിപ്പിക്കുന്ന ആൾക്കാരാ. കർത്താവിന്റെ സ്തോത്രം. അവരുടെ വിശ്വാസത്തിന്റെ കപ്പൽ നല്ല മനസാക്ഷിയെ പിടിക്കാതിരുന്നത് കൊണ്ട്, സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോയി. വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോയാൽ എന്താ കുഴപ്പം? പിന്നെയും അറിയാലോ, എത്രയോ ക്രൂസേഡ് ഉണ്ട്, യൂട്യൂബ് ഉണ്ടല്ലോ. കർത്താവിന്റെ സ്തോത്രം. പിന്നെയും വചനം കേൾക്കാമല്ലോ. കർത്താവിന്റെ സ്തോത്രം. അടുത്ത വാക്യം വായിച്ചു.
ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് അയ്യോ കർത്താവിന്റെ സ്തോത്രം. യേശുവിൽ വിശ്വസിച്ചു തുടങ്ങിയ അവൻ വിശ്വാസത്തിന്റെ ഓട്ടം ചെന്ന് അവസാനിച്ച് നിൽക്കുന്നത് നിത്യതയുടെ തീരത്തല്ല, പിന്നെ എവിടെയാ? സാത്താന്റെ കോട്ടയ്ക്കകത്ത്. പഠിപ്പിക്കാൻ വേണ്ടി സാത്താന്റെ കോട്ടയ്ക്കകത്ത് കൊണ്ടയാക്കി. പൗലോസ് പറയുക, അവൻ നഷ്ടപ്പെട്ടു പോകാതെ അവനൊരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടതിന് സാത്താനെ ഏൽപ്പിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഈ വിശ്വാസ ജീവിതം പ്രിയമുള്ളവരെ ഓടി തുടങ്ങുവാൻ വളരെ എളുപ്പമാണ്. അത് പൂർത്തിയാക്കുവാൻ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിൻ്റെ പേരാ നല്ല മനസാക്ഷി. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ അങ്ങ് മാനിക്കും. നിന്റെ പ്രാർത്ഥന വിഷയം എന്താ? സാമ്പത്തിക പ്രശ്നമാണ്. ദൈവം നിന്നെ മാറ്റിയില്ലെങ്കിൽ നോക്കിക്കോ, എൻ്റെ പേര് എന്നെ മാറ്റി എഴുതിക്കോ. ഞാനിത് പറയും, എന്താ കാര്യം എന്നറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസത്തിലേക്ക് വരുന്ന ദൈവ പൈതലെ, നിന്റെ വിഷയം എന്തായിരുന്നാലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് അതിന്റെ മേൽ ആമേൻ സ്തോത്രം വിടുതലയക്കും. തീർന്നില്ല, ഏറെ താമസിയാതെ അഭിഷേകത്തോടെ ആമേൻ സ്തോത്രം നീ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തുടങ്ങും. അത് ദൈവത്തിന്റെ ഒരു പ്രോട്ടോക്കോളാണ്. ആമേൻ സ്തോത്രം. ഒരു പൈതൽ ആത്മമണ്ഡലത്തിനകത്ത് ജനിക്കുമ്പോൾ അപ്പന്റെ ഹൃദയമാണ് അവനെ അഭിഷേകം ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമേ എന്നുള്ള ആഗ്രഹത്തോടെ നിന്റെ മേൽ വലിയത് നിക്ഷേപിച്ചിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ ഇറക്കി വിടും. കർത്താവിന് സ്തോത്രം. അത് അഭിഷേകം. അത് ആമേൻ സ്തോത്രം നിന്നോടുള്ള വാത്സല്യം. അത് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞ നീ ചെയ്തിട്ടല്ല, ഫ്രീ ആയിട്ട് കിട്ടിയതാ. മനസ്സിലാവുന്നെങ്കിൽ കൈ നോക്കിക്കോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോളാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോയത് ആമേൻ സ്തോത്രം മനസാക്ഷിയെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന നിനക്ക് ദൈവം ആമേൻ വലിയത് നൽകി. ദൈവം നിന്നെ മാനിച്ചു. ദൈവം നിന്നെ ആമേൻ സ്തോത്രം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി. നിന്നെ കരങ്ങളിലെടുത്ത് ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി. അതെല്ലാം ഒരു വശം. അതിനൊരു മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം നല്ല മനസാക്ഷി. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ആ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ സ്തോത്രം. പറഞ്ഞു, വായിച്ചു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം. എല്ലാവരും പറഞ്ഞു ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, നമുക്ക് ഈ സ്നേഹം എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം. ഞാനിപ്പോൾ ഒരു ചാരിറ്റി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങിക്കുക, നിങ്ങൾ പറയും, ഓ എന്നാ ദൈവദാസന. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ അർഹിക്കാത്ത അപ്രീസിയേഷനൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. സത്യം പറയുക, ഒന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല. ചുമ്മാ അങ്ങ് ആൾക്കാർ പറയുമ്പോൾ ചുമ്മാ അങ്ങ് കിട്ടുക, ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ, ഞാനങ്ങ് മേടിക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹം ചുമ്മാ കാണിക്കാനുള്ളതല്ല, പിന്നെയോ അത് പുറപ്പെടുന്നത് ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ ശുദ്ധ ഹൃദയത്തിൽ നിന്നല്ലാതെയും സ്നേഹം കാണിക്കാമെന്ന്. എന്നാ ബ്രദറെ എന്ന് പറഞ്ഞങ്ങ് കെട്ടിപ്പിടിച്ച് അവൻ ചുംബിച്ച് സ്തോത്രമൊക്കെ ചെയ്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നല്ല ഹൃദയത്തിൽ നിന്നാണോ വരുന്നേ? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ദൈവം ഒരു വിശ്വാസിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആമേൻ ആത്മാർത്ഥതയില്ലാത്ത വരീശ സ്വഭാവം കാണിക്കാനല്ല, പിന്നെയോ ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്ന്, നല്ല മനസാക്ഷിയിൽ നിന്ന്, വ്യാജമല്ലാത്ത വിശ്വാസത്തിൽ നിന്ന്. ആമേൻ സ്തോത്രം.
ഹാമേൻ ഉണ്ടാകുന്ന സ്നേഹത്തെ കാണിക്കാനാ. കർത്താവിന് സ്തോത്രം. അതിന് വലിയ അപ്രീസിയേഷൻ ഒന്നും ഉണ്ടാകത്തില്ല, ആരും കാണണമെന്നില്ല. നിന്റെ സ്നേഹം പ്രാർത്ഥനാ മുറികളിൽ കണ്ണുനീരോടുകൂടി നീ ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ അത് കാണാൻ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ അത് കാണുന്നൊരു സ്വർഗമുണ്ട്. ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊരു തിരിഞ്ഞു നടപ്പ് ആവശ്യമാണ്. ആത്മാർത്ഥതയില്ലാത്ത ഈ ദുഷ്ടലോകത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുകയാ ഒരു സൊല്യൂഷന് വേണ്ടി. എല്ലാവരും ചെയ്യും, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്ന് അത് ചെയ്യുവാൻ സാധിക്കുമോ? ഒരു നല്ല മനസാക്ഷിയിൽ നിന്ന് അത് പുറപ്പെട്ടു വരുവാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവരെ, അഭിഷേകം നമ്മളെ, ദൈവത്തോടുള്ള വിശ്വാസം നമ്മളെ അഭിഷേകത്തിൽ എത്തിക്കും. ഒരു സംശയം വേണ്ട. ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യിപ്പിക്കും, ഒരു സംശയം വേണ്ട. ആമേൻ, സ്തോത്രം. അത് ചെയ്യുന്ന നാളുകളിലൊക്കെ നീ യേശുവിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കും. എന്നാൽ അഭിഷേകത്തിൽ എത്തിച്ച നിന്നെ അഭിഷേകത്തിന്റെ മുറിയിൽ തുടരുമാനമാക്കി നിർത്തുന്നത്, ആമേൻ, സ്തോത്രം, നിന്റെ അകത്തുള്ളൊരു നല്ല മനസാക്ഷിയാ. എന്റെ കൂടെയുണ്ടോ? എത്രയോ അഭിഷിക്തന്മാർ ഓട്ടം തുടങ്ങി. ജോബ്രദറെ, എത്രയോ പേര് തുടങ്ങി അല്ലേ? എല്ലാവരും എത്തിയോ? ചിലരൊക്കെ, ആമേൻ, സ്തോത്രം, ദുരുപദേശത്തിന്റെ വക്താക്കളായി അനുവദിച്ചില്ലേ? രാവിലെ യൂട്യൂബ് തുറക്കും, ആമേൻ, സ്തോത്രം, അവന് തോന്നിയത്, ആമേൻ, അവൻ അന്നേരം തോന്നുന്നത് ഉപദേശമായിട്ട് വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യും. ആമേൻ. എന്തുകൊണ്ടാ ഇവരൊക്കെ ഈ ദുരുപദേശത്തിൽ ചെന്ന് ചാടിയേ? എന്തുകൊണ്ടാ അവരുടെ സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോയത്? ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ ദൈവദാസന്മാരോട് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 1 or 2 ദൈവദാസന്മാർ ഈ അബുദാബിയിലും UAE-യിലും ഉള്ള ദൈവദാസന്മാർ എന്നോട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംസാരിക്കാനിടയായി. ഇപ്പോ അവര് ഈ പ്രമാണമൊന്നും അങ്ങ് വിശ്വസിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. അവരുടെ വിശ്വാസത്തിന്റെ കപ്പല് തകർന്ന് തരിപ്പണമായി. അത് അവർ അറിഞ്ഞിട്ടില്ല. പിന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. അവർ വിചാരിക്കുന്നത് ഭയങ്കര സംഭവമാണെന്ന്. ദുരുപദേശവാ, ഫോൾസ് ഡോക്ട്രിൻ. എന്തുകൊണ്ടാ ഈ ദുരുപദേശം അവർ പ്രസംഗിക്കാൻ ഇടയായതെന്ന് അറിയാമോ? അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു കൊണ്ടുപോയതാ ബ്രദറെ. അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു പോയപ്പോ തെറ്റിപ്പോയ ജീവിതത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ ഉപദേശത്തെ വളച്ചു. ഉണ്ടോ എന്റെ കൂടെ? കേൾക്കാൻ കുറെ പേരുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു വീഴ്ച പറ്റി. ആമേൻ, കോൺഗ്രിഗേഷൻ ഇട്ടേച്ച് പോയി. ദൈവദാസൻ ശരിയല്ലെന്ന് പറഞ്ഞ് ദൈവദാസൻ വേറൊരു മാർഗം കണ്ടുപിടിച്ചു, വലിയൊരു സമൂഹത്തെ മുമ്പിൽ കൊണ്ടിരുത്താൻ. അതിന്റെ പേരാ ദുരുപദേശം. നല്ലത് പ്രസംഗിച്ച ആളെ കൂട്ടാൻ പാടാ. നല്ലത് പ്രസംഗിക്കാനും പറ്റത്തില്ല. കാരണം എന്താ? പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആമേൻ, എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോയതിന് കാരണം എന്താ? ഒരു നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. പ്രിയമുള്ളവരെ, നിന്നെ അഭിഷേകത്തോടെ ഇതിനകത്ത് നിർത്തിയപ്പോ യേശുവിലുള്ള വിശ്വാസം നിന്റെ അകത്ത് തന്നത് നമ്മൾ വിചാരിക്കും നമ്മളങ്ങ് പറഞ്ഞതാണെന്ന്. യേശു എന്റെ രക്ഷകനും നാഥനുമാണെന്ന് പറഞ്ഞത് നമ്മുടെ വിളിക്കാണെന്ന വചനം പറയുക അല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാ. ആമേൻ. അങ്ങനെ നീ വിശ്വാസം തുടങ്ങി. പക്ഷേ നല്ല മനസാക്ഷി സൂക്ഷിക്കാഞ്ഞത് മുഖാന്തരമായിട്ട് ഓട്ടത്തിനിടക്ക് വിശ്വാസ കപ്പലും തകർന്നു. ആമേൻ, സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും, പറഞ്ഞോ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന, കംപ്ലീറ്റ് ചെയ്യുന്നവരുമായ ആ യേശുവിനെ അങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. വിശ്വാസത്തിന്റെ കപ്പല് പണിയപ്പെട്ട് അടിസ്ഥാനമായിരിക്കുന്ന യേശു അങ്ങ് പോയി.
ഇനിയിപ്പോ പുണ്യവാളന്മാരായാലും മതി. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഹുമനിയോസുമാര് 1-ാം നൂറ്റാണ്ടിൽ മാത്രം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഹുമനിയോസ് ഇന്നത്തെ കാലത്തുമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ എത്ര പേര് പറയും, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് എന്നാ നഷ്ടം വന്നാലും എൻ്റെ യേശു എനിക്ക് നഷ്ടം വന്നു പോകരുത്. എൻ്റെ വിശ്വാസത്തിന്റെ കപ്പല്, വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുവാൻ എനിക്കൊരു ജാരൻ ഉണ്ടാകരുതെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന ആ ചെറിയ ശബ്ദമുണ്ടല്ലോ, അതിന് യെസ് പറഞ്ഞ് ചാടുന്നവനാ നല്ല മനസാക്ഷിക്കാരൻ. കർത്താവിന് സ്തോത്രം. മോനെ, അത് ചെയ്യരുത് കേട്ടോ, ഇനി ചെയ്യരുതെന്ന് പറയുന്ന ഒരു ശബ്ദം മുഴങ്ങുമ്പോൾ അതിനൊരു ആമേൻ പറയുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ സൂക്ഷിക്കണം. നീ നല്ല മനസാക്ഷിയെ തള്ളിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. 18-19 വായിച്ചോ. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്കൊത്ത വിധം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുകയാ. റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. നീ വിശ്വാസം നല്ല മനസാക്ഷിയും ഉള്ളവനായി അവൻ അനുസരിച്ച് അവൻ നല്ല യുദ്ധ സേവ ചെയ്യുക. വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി. കർത്താവിന് സ്തോത്രം. എനിക്ക് വിശ്വാസമുണ്ട്. ഹുമനിയോസിനും ഉണ്ടായിരുന്നു. എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഉണ്ട്. അവൻ അലക്സാണ്ടറിനും ഉണ്ടായിരുന്നു. നമുക്ക് വായിക്കാം 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിന്റെ അവൻ സ്തോത്രം 16-17 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഭക്തി വിരുദ്ധമായ വൃഥാലാഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് ആ ഭക്തി അധികം മുതിർന്നു വരും. അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. വിശ്വാസത്തിൽ നിന്ന് മനസാക്ഷി നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ, മനസാക്ഷി ഇല്ലാതെ വിശ്വാസം കൊണ്ടു നടക്കുന്നവൻ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ കൂടെ വരുന്നതിനെയും തെറ്റിക്കും. അവന്റെ കൂടെ നടക്കുന്നതും തെറ്റും. എന്നോട് പിണങ്ങല്ലേ പ്ലീസ്, സത്യം പറയുക. അല്പം പുളിമാവ് മുഴുവൻ പിണ്ടത്തെയും നശിപ്പിക്കും. Little leaven leavens the whole lump. ദൈവത്തിന്റെ വചനം പറയുക, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ പടർന്നുകൊണ്ടിരിക്കും. വായിച്ചോ. ഹുമനിയോസ് കണ്ടോ? നമ്മുടെ നായകൻ, അവൻ കഥാനായകൻ ഇതിനകത്തും ഉണ്ട്. ഹുമനിയോസും ഫിലിറ്റസ് അവരുടെ കൂട്ടത്തിലുള്ളതായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. 1-ാമത്തെ അധ്യായം 1-ാം തിമോത്തി വായിക്കുക. അലക്സാണ്ടറും ഹുമനിയോസും അലക്സാണ്ടറും ആയിരുന്നു. അലക്സാണ്ടർ മാത്രമേ ഹുമനിയോസിന്റെ കൂടെ കൂടിയിട്ട് തെറ്റിപ്പോയുള്ളൂ. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആശാൻ സ്തോത്രം ഫിലിത്തസിനെയും സ്പോയിൽ ചെയ്തു, നശിപ്പിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഹുമനിയോസും ഫിലിറ്റസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി 4-ാമത്തെ അധ്യായം, അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ല, 14-ാമത്തെ വാക്യം. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ കണ്ടോ? സ്തോത്രം. വിശ്വാസത്തിനകത്തുണ്ടായിരുന്ന
ദൈവദാസന്മാർ എന്ന പേരുണ്ടായിരുന്ന ഹൈമനിയോസ് ആൻഡ് അലക്സാണ്ടർ ആൻഡ് ഫീറ്റിസ്, ആമേൻ സ്തോത്രം, ഒക്കെ ഇപ്പോ ആമേൻ സ്തോത്രം ദൈവദാസനെ ഉപദ്രവം ചെയ്തുകൊണ്ട് നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുക. ചോദിച്ചാലോ, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നിന്റെ വിശ്വാസത്തിന്റെ കപ്പൽ എന്ന് തകർന്നതാ പൊന്നെ. കർത്താവിന് സ്തോത്രം. പൗലോസാ പറഞ്ഞേ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന്. ഞാൻ പറഞ്ഞ കൂട്ടുണ്ട. ഇന്ന് പകൽ പൗലോസിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആമേൻ സ്തോത്രം എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഒരു ഓട്ടം തുടങ്ങാൻ എളുപ്പമാ, വിശ്വാസം കാക്കാൻ പക്ഷേ പൊരുതണ്ടി വരും. എന്തിനോടാ പൊരുതണ്ടേ? നിന്റെ അപ്പം പറയും, എന്തിനാ മോനെ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നേ? പൊരുതാനുണ്ടോ? ഈ വിശ്വാസത്തെ കാക്കാനുണ്ടോ ആരെങ്കിലും ഇതിനകത്ത്? അതോ ആമേൻ സ്തോത്രം നല്ല മനസാക്ഷിയെ നശിപ്പിച്ചു കളഞ്ഞ് യേശു ഏക സത്യമാണെന്നുള്ള പൊന്നുപദേശം തള്ളിക്കളഞ്ഞ് വിശ്വാസത്തിന്റെ കപ്പൽ ഏതെങ്കിലും ഐസ് കട്ടയിൽ ഇടിച്ച് തകരട്ടെന്ന് വെക്കുമോ? നല്ല മനസാക്ഷിയെ തള്ളിക്കളഞ്ഞ ഹിമനിയോസ് പിന്നത്തേതിൽ സാത്താന്റെ കോട്ടയിൽ അവസാനിച്ചു എന്നുള്ളത് മറന്നു പോകരുത്. ദൈവദാസന് കരയാനേ പറ്റൂ. കർത്താവിന് സ്തോത്രം. എല്ലാവരോടും ചിരിച്ചു കാണിച്ച് ഒറ്റക്ക് പോയി കരയും. അവനോട് ഞാൻ എന്തോരം ഉപദേശം കൊടുത്തതാ, അവന് വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചതാ, ഉപവസിച്ചതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേട്ടോ. ആമേൻ സ്തോത്രം. നിന്റെ വിശ്വാസ കപ്പലിനെ തകർത്തു കളയാതിരിക്കണമെങ്കിൽ നീ നല്ല മനസാക്ഷിയെ മുറുകെ പിടിക്കണം. ഇല്ല, ആരെന്നോട് എന്തു പറഞ്ഞാലും ഞാൻ എന്റെ വിശ്വാസം കാക്കും. ഈ ഓട്ടം തികയ്ക്കും. പൗലോസിന് ഓട്ടം തികയ്ക്കുവാൻ ആമേൻ സ്തോത്രം നിസ്സാര യുദ്ധമല്ല പോരാടിയിട്ട് വന്നത്. പൗലോസ് പ്രസംഗിച്ചത് ആമേൻ സ്തോത്രം ക്രിസ്ത്യാനികളോടല്ല. പൗലോസ് പ്രസംഗിച്ചത് നല്ല കൈക്കരുത്തുള്ള ജാതികളോടാ. അടി ഒന്നും രണ്ടും അല്ല, അടിന്നൊന്നും അല്ല, ഇടി എന്നാ പറയണ്ടേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലൊക്കെ പോയ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതേപോലെ റിയലിസ്റ്റിക് ആയിട്ടാ പറയുന്നത്. എത്രമാത്രം ശരിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ അവിടെ പൗലോസിനെ കണ്ടു, പക്ഷേ പൗലോസിന്റെ ശരീരം മുഴുവൻ തകർക്കപ്പെട്ട അതേപോലെ തന്നെ നിർത്തിയിരിക്കുക. എന്നിട്ട് ആ ദൈവദാസൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ കാണിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. വിശ്വാസത്തിന്റെ പൊരുത്, ആമേൻ, വിശ്വാസത്തിന്റെ പോർക്കളം എന്ന് പറയുന്നത് നിസാരമല്ല പ്രിയമുള്ളവരെ. ആമേൻ. ദൈവസന്നിധിയിൽ വലിയ പ്രാഗൽഭ്യത്തോടെ ഒരു കാലമുണ്ടായിരുന്നു. പിന്നത്തേതിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ പിന്നെ അങ്ങ് സൈഡിലേക്ക് മാറ്റിവെച്ചു. നല്ല മനസാക്ഷിയെ തള്ളിക്കളയരുത്. ഈ ശുദ്ധ ഹൃദയം വിട്ടുകളയരുത്. എവിടെയാ പൊരുതേണ്ടി വരുന്നത്? നിനക്കെതിരെ സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്. കർത്താവിന് സ്തോത്രം. ജീവിതത്തിന്റെ നിന്റെ വിശ്വാസത്തിനെതിരെ പറയുമ്പോ മൗനമായിട്ട് നിൽക്കുവാൻ നിനക്ക് സാധിക്കുമോ? കർത്താവ് മാത്രം മതി എന്ന് പറയുവാൻ നിനക്ക് സാധിക്കുമോ? ഞാൻ ആദ്യ ഫലമായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയതാ. ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോ ആമേൻ സ്തോത്രം, എന്റെ ഭവനക്കാരുടെ ഇടയിൽ ആരും യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. യേശുവിൽ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ യേശുവിൽ മാത്രമല്ല, നാട്ടിലുള്ള സകലത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാ. വിശ്വാസം ഇല്ലാത്ത ആൾക്കാരല്ല, വിശ്വാസം ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാ. എല്ലാത്തിലും വിശ്വാസമാ. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വാസത്തിൽ വരുമ്പോ ഒത്തിരി പേരെന്നോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നിന്റെ കല്യാണം എങ്ങനെ നടക്കും? നിന്റെ പെങ്ങളെ കുറിച്ച് നോക്കിയിട്ടുണ്ടോ? ആമേൻ സ്തോത്രം. നീ നിന്റെ അപ്പനെ കുറിച്ച് ചിന്തിച്ചോ? അമ്മയെ കുറിച്ച് ചിന്തിച്ചോ? പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഒത്തിരി എന്റെ അപ്പനെയും അമ്മയൊക്കെ സ്നേഹിക്കുന്നവനാ ഞാൻ. കർത്താവിന് സ്തോത്രം. അവർ പറഞ്ഞ അങ്ങനെയൊന്നും ഞാൻ എതിർത്ത് അങ്ങനെ പറയത്തില്ല, ഇഷ്ടക്കേടുണ്ടെങ്കിലും. കർത്താവിന് സ്തോത്രം. പക്ഷേ
വിശ്വാസത്തിന്റെ കാര്യം വന്നപ്പോ എന്റെ യേശു ഒരു വശത്ത്, ആമേൻ, എന്റെ അപ്പനും അമ്മയും എന്റെ പെങ്ങളും, ആമേൻ സ്തോത്രം, എടുത്താ പൊങ്ങാത്ത ഒരു സർവ്വ സൈന്യവും, ആമേൻ, എന്റെ കുടുംബക്കാരൊക്കെയും ഒരു തട്ടിലും വന്നപ്പോ, ആമേൻ സ്തോത്രം, ഞാൻ കൃപയാൽ 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 മുറുകെ പിടിച്ചത് എന്റെ അപ്പച്ചനായ യേശുവിനെയാ. അതുകൊണ്ടാ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്ന് ഇത് ആമേൻ വിളിച്ചു പറയുവാൻ സാധിക്കുന്നേ. വിശ്വാസ കപ്പൽ തകർക്കരുതേ. നിന്റെ വിശ്വാസത്തിന്റെ കപ്പൽ അത് പണിയപ്പെട്ടതാ. എബ്രായ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ആമേൻ, ആമേൻ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയുടെ കുലമരത്തിൽ തകർക്കപ്പെട്ട് അവസാന തുള്ളി രക്തവും ചിന്തി മരിച്ച യേശുവിനെ കുറിച്ചുള്ള സത്യ സുവിശേഷം നീ അറിഞ്ഞിട്ട്, ആമേൻ, അറിഞ്ഞിട്ട്, ആമേൻ, അത് മനസ്സിലാക്കിയിട്ട് അത് ആമേൻ പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്നവരെ രക്ഷിപ്പാൻ മറ്റൊരു സുവിശേഷം ഇനി ബാക്കിയില്ല. ഇനി ഒരു സുവിശേഷം ബാക്കിയില്ല. പ്രിയമുള്ളവരെ, ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവർ എത്ര പേര് വില കൊടുക്കും? പൗലോസ് പറയുകയാ, ആമേൻ സ്തോത്രം, യഹൂദന്മാർ എന്നെ തല്ലുമ്പോ യഹൂദന്മാരുടെ അടി, ആമേൻ, മഹാപുരോഹിതന്റെ അടി, നാട്ടുകാരുടെ അടി, ജാതികളുടെ അടി, സ്വന്തക്കാരുടെയും ജാതികളുടെയും ഒരുമിച്ചുള്ള അടി, ആമേൻ സ്തോത്രം, കാരാഗ്രഹം, രാജാക്കന്മാരുടെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കുറ്റവിചാരണകൾ, ആമേൻ സ്തോത്രം, പലതും സഹിച്ചിട്ട് എന്നിട്ട് ദൈവദാസൻ വിളിച്ചു പറയുക, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്ക് വേണ്ടി നീതിയുടെ കിരീടം സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുക. എനിക്ക് വേണ്ടി മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന എല്ലാവർക്കും. ഇന്ന് പകൽ ഇതിനകത്തുണ്ടോ? വിശ്വാസത്തിന് വില കൊടുക്കാൻ ഇതിനകത്ത് ആളുകളുണ്ടോ? വിശ്വാസത്തിന് വില കൊടുക്കാൻ ഇതിനകത്തുണ്ടോ സഹോദരി? നിന്റെ വിശ്വാസത്തിന്റെ കപ്പലിനെ തകർന്ന് കളയട്ടെ, തകർന്ന് പോകട്ടെന്ന് പറഞ്ഞ് അവന്റെ അടിപ്പിണരിനെ നിസ്സാരവൽക്കരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ഹുമനിയോസും കോപ്പർ സ്മിത്ത് ആയിരിക്കുന്ന അലക്സാണ്ടറും ഫിലീറ്റസും ഒക്കെ, ആമേൻ സ്തോത്രം, അവരുടെ വിശ്വാസത്തിന്റെ കപ്പൽ തകർത്ത് കളഞ്ഞു. ഒരു നല്ല മനസാക്ഷിയെ മുറുകെ പിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു നല്ല മനസാക്ഷി എന്ന് പറയുമ്പോൾ, ആമേൻ സ്തോത്രം, അതിനകത്ത് പലതുമുണ്ട്. ആമേൻ സ്തോത്രം, എൻ്റെ യേശുവിൻ്റെ കാൽവരി മരണമുണ്ട്, അവൻ്റെ അടിപ്പിണരുകളുണ്ട്, അവൻ്റെ തകർക്കപ്പെട്ട ശരീരമുണ്ട്. ഇനിയും അവിടെ പറഞ്ഞിരിക്കുക, ഒരു ശുദ്ധ ഹൃദയം. എന്താ ഒരു ശുദ്ധ ഹൃദയം? ഒരു വിശ്വാസിക്ക്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പലപ്പോഴും ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് ഉള്ള ഒരു സംഭവമാണ് ശുദ്ധ ഹൃദയം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവരാണോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആമേൻ പറയുന്ന ആൾക്കാര് ഈ ശുദ്ധ ഹൃദയത്തിന്റെ അകത്ത് വരുമ്പോൾ അത്രയ്ക്കൊക്കെ സീരിയസ്നെസ് ഒന്നും അങ്ങ് കൊടുക്കുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ഈ വിശ്വാസത്തിന്റെ കപ്പൽ തകരാതിരിക്കണമെങ്കിൽ ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്ന്, ഒരു നല്ല മനസാക്ഷിയിൽ നിന്ന്, ഒരു നിർവ്യാജ വിശ്വാസത്തിൽ നിന്നുള്ള സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. ഈ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനത്തിനകത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ടേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. I discipline my body and make it my slave. ഹുമനിയോസും അലക്സാണ്ടറിനും ഒക്കെ പറ്റിയ ഒരു പ്രശ്നം എന്തായിരുന്നു അറിയാമോ? വൃദ്ധ ആലാപം എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, എന്തുവാ?
ഹല്ലേലൂയ. വൃഥാലാപം എന്ന് പറഞ്ഞാൽ ഈ കാര്യമില്ലാത്ത, അതിനെന്താ മലയാളത്തിൽ പറയാ? കർത്താവിന്റെ സ്തോത്രം. നല്ല വർത്താനം, നല്ല ആവശ്യമില്ലാത്ത ദൂഷണം. കർത്താവിന്റെ സ്തോത്രം. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട്, ഒരു കാര്യവുമില്ല. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇന്ന് സംഭവം അറിഞ്ഞായിരുന്നു? കർത്താവിന്റെ സ്തോത്രം. എന്ന് തുടങ്ങി പിന്നെ അങ്ങ് കേൾക്കുകയാ. പിന്നെ നമുക്കൊരു സന്തോഷം വരാൻ നമ്മളെന്തെങ്കിലും പറയണ്ടേ? ആമേൻ, സ്തോത്രം. അങ്ങനെ നമ്മളും ഏതാണ്ടും ഒക്കെ പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വൃഥ ആലാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് സൂക്ഷിക്കുക എത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, എൻ്റെ ശരീരത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു ഉപവാസം എടുക്കാനായിട്ട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ എല്ലാ കാര്യമാണ്. പിന്നെ ഉപവാസം എടുക്കുന്നത് എന്തിനാ? അതെ, ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാനാ. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ വയറ് ആമേൻ ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ വാശി പിടിക്കുമ്പോ നോ എന്ന് പറയുവാനുള്ള ശക്തി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയാ, ദണ്ഡിപ്പിച്ച് ഞാൻ അടിമയാക്കിയ. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. വായിച്ചോ, 2 കൊരിന്ത്യർ ലേഖനം. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10:12 വാക്യം. ഒറ്റ കാര്യമുള്ളൂ. ആമേൻ, സ്തോത്രം. നിൽക്കുന്നു എന്ന് തോന്നുന്നു. ആമേൻ. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ അവിടെ ആ കാര്യം. ഹുമനിയോസ് ഇത് മനസ്സിലാക്കിയില്ല, അലക്സാണ്ടർ ഇത് മനസ്സിലാക്കിയില്ല, ഹല്ലേലൂയ, ഫിലീറ്റസ് ഇത് മനസ്സിലാക്കിയില്ല. പല ദൈവദാസന്മാരും ഇപ്പോഴും ഇത് അറിഞ്ഞിട്ടില്ല. എന്താ കാര്യം? യേശുവിൽ തന്നെ വിശ്വസിക്കുകയാണെന്നാ പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കാലങ്ങൾ കുറെയായി. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ. കൊല്ലപ്പണിക്കാരനായിരിക്കുന്ന അലക്സാണ്ടറിനെ വീഴ്ത്തിയത് ഒരു കൂട്ടുകെട്ടാ. ഫിലീറ്റസിന് ഒരു വീഴ്ച വരുത്തിയത് ഒരു കൂട്ടുകെട്ടാ. ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വായിക്ക് സിപ്പിടേണ്ട സമയത്ത് ആമേൻ, സ്തോത്രം, തോന്നിവാസം പറഞ്ഞുകൊണ്ട് നടന്നു. എനിക്ക് ആമേൻ, സ്തോത്രം, പോസ്റ്റ് പെയ്ഡ് ആണെന്ന് പറഞ്ഞ് ആമേൻ ഫോണിന്റെ അത് തീർക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടി. നാവിന്റെ അധിക ഉപയോഗം കൊണ്ട് വിളിച്ചു കൂട്ടിയത് പാപമാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ആരാണ്ടിലുമൊക്കെ മനസ്സിലാകുന്നുണ്ട്? കർത്താവിന്റെ സ്തോത്രം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടരുത്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ഒരു ശുദ്ധ ഹൃദയം അത്യന്താപേക്ഷിതമാ ഈ പോർക്കളത്തിൽ. ഇത് നഷ്ടപ്പെട്ടു പോയാൽ നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്ന സംഭവം നിന്റെ കയ്യിൽ നിന്ന് ആമേൻ, സ്തോത്രം, നഷ്ടപ്പെട്ടു പോകും. എങ്ങനെയാണെന്നറിയാമോ? കപ്പലിന് ഓട്ട വീഴും. പ്രിയമുള്ളവരെ, ഒരു കപ്പൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചരിത്രമല്ലേ? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ മുമ്പിൽ ഒരു പരമാർത്ഥ ഹൃദയത്തോടു കൂടി നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കണം. നമ്മളെ ദൈവം വിളിച്ച ദൈവം നമ്മെക്കുറിച്ച് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് ഒരു ഫ്രീഡമുള്ള ഹൃദയമാണ്. കർത്താവിന്റെ സ്തോത്രം. ഒരു വാക്യം കൂടി വായിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം ആമേൻ 15-ാമത്തെ അധ്യായം ശൗലെന്ന് പറയുന്ന ഒരു രാജാവിനെ ഇസ്രായേലിന് വേണ്ടി വാഴിച്ചു. ദൈവത്തിന്റെ വചനം പറയുക 11-ാമത്തെ വാക്യം, 15-ന്റെ 11-ാം വാക്യം. ശൗല് ദൈവത്തെ അനുസരിക്കാതെ വഴിതെറ്റിപ്പോയപ്പോ, ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കാതിരുന്നപ്പോ, ശൗലിനെ അഭിഷേകം ചെയ്ത ദൈവം ശൗലിനോട് പറയുക. പറഞ്ഞോ, വായിച്ചു. ഞാൻ ശൗലിനെ, കർത്താവിന്റെ സ്തോത്രം, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. ഐ റിപ്പന്റ്. നിന്നെ ദൈവം വിളിച്ചതിനകത്ത് ദൈവത്തിന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ ഇടവരുത്തരുത്.
നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ഈ വിശ്വാസത്തിൻ്റെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലത്തും ദൈവത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത്. വായിച്ചോ, അവൻ എന്നെ വിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശു മാത്രമാണെന്നൊക്കെ ഉള്ള വിശ്വാസം കേട്ടതാ, സുവിശേഷം കേട്ടതാ. ഇപ്പോഴോ കർത്താവിന് സ്തോത്രം, അവൻ എന്നെ വിട്ട് മാറിയിരിക്കുന്നു, അവൻ എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. പിന്നെയൊക്കെയുള്ള ചരിത്രം നമുക്കറിയാം. ശൗല് ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പരാജയപ്പെട്ടവനായിട്ട് നിൽക്കുക. ശൗല് അഭിഷിക്തനാ, ശൗല് അഭിഷിക്തനാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത് ആമേൻ സ്തോത്രം നിത്യതയുടെ തീരത്ത്, ആമേൻ സ്തോത്രം നീതിയുടെ കിരീടം പ്രാപിപ്പാനാ. നമ്മുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ പ്രതികൂലങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് ആമേൻ സ്തോത്രം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. എൻ്റെ യേശു എനിക്ക് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ മന്ത്രി അല്ല, പിന്നെയോ അവൻ എൻ്റെ ജീവന്റെ നാഥനാ, എൻ്റെ ഉടയവനാ, എൻ്റെ പ്രാണനാ എന്ന് പറയുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. നിന്റെ നല്ല മനസാക്ഷി നീ ഒരു കാലത്തും നഷ്ടപ്പെടുത്തി കളയരുത്. നിസ്സാര ലാഭത്തിന് വേണ്ടി നിന്റെ യേശുവിലുള്ള വിശ്വാസത്തെ നീ തള്ളിക്കളയരുത്. ഈ പുസ്തകമെടുത്ത് നടക്കുവാൻ ലജ്ജിക്കരുത്. ഇത് എടുത്തു കൊണ്ട് പോകുമ്പോൾ നാട്ടുകാർ പറയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചെറുപ്പക്കാരനാ, എന്താവശ്യമായിരിക്കുന്നു, കർത്താവിന് സ്തോത്രം പറഞ്ഞോട്ടെ എന്ന് വെക്കണം. കർത്താവിന് സ്തോത്രം. ഇത് മാറ്റി ഒരു ടാബ്ലറ്റ് ആക്കാം, ചെയ്യത്തില്ല. കർത്താവിന് സ്തോത്രം നല്ലതാ, കർത്താവിന് സ്തോത്രം. ഇത് തന്നെ പിടിക്കും, ഇത് തന്നെ ചുമക്കും, ഇത് തന്നെ ചുമക്കും. ഞാൻ എന്റെ വിശ്വാസം കാക്കും. എല്ലാവരും എഴുന്നേറ്റ്, ഞാൻ എന്റെ വിശ്വാസം കാക്കും, നല്ല പോർ പൊരുതും, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുക. എനിക്ക് വേണ്ടി മാത്രമല്ല, ആമേൻ, ഒരു കാര്യസാധ്യത്തിന് അല്ലാതെ ഈ വിശ്വാസം കാത്ത് ആമേൻ വിശ്വാസം മുറുകെ പിടിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏവർക്കും തന്നെ കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ആമേൻ സ്തോത്രം എൻ്റെ അപ്പച്ചന് ഒന്നുമല്ല. ഒരു നിമിഷം നേരം കൊണ്ട് അത് മാറിപ്പോകുവാനിടയാകും. കർത്താവിന് സ്തോത്രം. എല്ലാ പ്രതികൂലങ്ങളും സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റും. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് കൂട്ടിവരുത്തുന്നു. ഇന്ന് പകൽ എത്ര പേര് പറയും, കർത്താവേ എനിക്ക് നീ മാത്രം മതി. യേശു ഉണ്ടേൽ നിനക്ക് എല്ലാം ഉണ്ട്. പ്രിയമുള്ളവരെ, നിന്റെ ഭാവി, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം എൻ്റെ അപ്പച്ചന്റെ കയ്യിൽ സുരക്ഷിതമാണ്. എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല, ശ്രദ്ധിച്ചു കേട്ടോ. നാട്ടിൽ കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ആമേൻ സ്തോത്രം. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ സ്തോത്രം യൂറോപ്പിൽ നിന്നും ആമേൻ സ്തോത്രം അമേരിക്കയിൽ നിന്നും ഒക്കെ മിഷണറിമാർ വന്ന് ആമേൻ സ്തോത്രം ഈ ഉപദേശം, ആമേൻ ഈ വിശ്വാസം പ്രസംഗിച്ചു. അത് കേട്ട് വിശ്വസിക്കാൻ കുറെ അപ്പച്ചന്മാരുണ്ടായിരുന്നു. അവർക്ക് ആമേൻ സ്തോത്രം പുകഴുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരത് വിശ്വസിച്ചു. ആമേൻ സ്തോത്രം കപ്പയും കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് അവരെല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പാട്ടുപാടി. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾ കടന്നുപോയി. അവരുടെ മക്കളൊക്കെ ആമേൻ അമേരിക്കയിലും UN-ലും ആമേൻ സ്തോത്രം എല്ലായിടത്തും വലിയ പൊസിഷനിലൊക്കെ എത്തി. ആമേൻ സ്തോത്രം. ഇന്ന് കേരളത്തിന്റെ ബാങ്കിന്റെ ചരിത്രം എടുത്താൽ അവരൊരു സത്യം പറയും. എന്താണെന്നറിയാമോ, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത അത്രയും പണം കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കൊച്ചു ഗ്രാമത്തിനകത്ത് കുമിഞ്ഞു കൂടിയിരിക്കുക.
അവിടെ ഇല്ലാത്ത ബാങ്കില്ല, അവിടെ ഇല്ലാത്ത ബാങ്കിന്റെ ഏത് ബാങ്കിന്റെയും ബ്രാഞ്ച് ഉള്ള സ്ഥലം. എന്താ കാരണം എന്നറിയാമോ? ഒരു കാലം ഉണ്ടായിരുന്നു വിശ്വാസത്തിന് വേണ്ടി പോരടിക്കുവാൻ ഒരു തലമുറ എഴുന്നേറ്റ ഒരു കാലം. ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞ് ആമേൻ എന്റെ യേശുവിന് വേണ്ടി നിലവിളിച്ച ഒരു ജനതയുടെ ഒരു തലമുറ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ ആമേൻ സ്വന്തം അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ സ്വർഗത്തിലെ ദൈവത്തെ ആമേൻ സ്വന്തം ഉയർത്തുന്നത് ആമേൻ കുമ്മനാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലല്ല, ആമേൻ അങ്ങേ അറ്റത്ത് UN-ന്റെ അകത്ത് പോരുവാ. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ നോക്കി, ദൈവത്തിന് വേണ്ടി നിന്നു, വിശ്വാസം കാത്തു. ആമേൻ സ്വന്തം എല്ലാ പ്രതികൂലങ്ങളും മാറും എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ വാഴ്ത്തപ്പെടുത്ത കണ്ണുകളെ അടച്ച് ഈ നിമിഷങ്ങൾ ഒരു സമർപ്പണത്തോടെ പാടിയാട്ടെ. എന്റെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോ. എന്നെ നടത്തുന്നവർ എന്നും എന്നും കൂടെയുള്ളവർ, എന്നെ
ലജ്ജിച്ചു പോകയില്ല, ഞാൻ ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, ഞാൻ ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. കരങ്ങളെ ശക്തിയോടെ തട്ടി ഇത് രാത്രികാലം ഹല്ലേലൂയ വിശ്വാസം കാക്കുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്നെയും നിന്റെയും മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടോ ആമേൻ ഹല്ലേലൂയ സ്ഥിരതയോടെ ഓടി ആമേൻ ജീവന്റെ കിരീടം പ്രാപിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ഒരു വലിയ അഭിഷേകം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ റിബ്ഷമാന റികബാല ശുരബാല റിഹബാല റബ്ഷമാന റികലുന ലങ്കമാന സിയതുന രക്കമാന ശുരബാല ആമേൻ കരങ്ങളെ തട്ടി ഇത് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തോട് പറ കർത്താവേ ഹല്ലേലൂയ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ നിന്നതല്ല നീ നിർത്തിയതാ. ആമേൻ ഹല്ലേലൂയ കർത്താവ് ഒപ്പിച്ച ഹല്ലേലൂയ ഈ ഓട്ടക്കളത്തിൽ വീഴാതെ വണ്ണം, ഈ ഓട്ടക്കളത്തിൽ വീഴാതെ വണ്ണം ഹല്ലേലൂയ ഓടുവാൻ ആമേൻ എന്റെ മേൽ കൃപ പകരണമേ എന്ന് ഇത് രാത്രികാലം ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. റബ്ഷാനമ റികബാല ശുരബാല സിയതുന രക്കമാന ശുരബാല റിഹബാല ശുരബാല സിയതുന റബ്ഷമാന റികബാ ശുരബാല തബ റിഷബ റിതബന ആമേൻ അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ. റബ്ഷാന റഖൽ റിഖാല റിഷബ റിബാലബ റബ്ഷാ തിയൽകുന സിയതുന റബ്ഷമാന എല്ലാ അന്യായ ദുഃഖങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിൽ നിന്ന് അഴിഞ്ഞു മാറി പോകട്ടെ. റബ്ഷാ തിയക സിയതുന ലഖബ റിഖബ ലൂറബ ശതമന പന്ന പിശാചി വച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. റബ്ഷാ തിയകുന സിയതുന റഖബ റഥബ റിഖബ ലബവ Sharabasiatuna, Ramshar Italian Kunabasiatuna, Rakama Rikama Lurama Shakamana, Amen Calvary Kushil, Erikum Nenakumandi Yagamayavan, in the Ratri, and I am the name Vadi Lubashigal in the Tavamala, in the Ratri Kala, a Kartavana chair in the Para, Lord, Amen, give me the grace, Amen, to win, Amen, in the Ratri Kala, Jaiparula Kriba, Jaiparula Kriba, Jaiparula Kriba, Yanavel Baganavan, the Pratichate. Shatia Kasimara Lekemene Shurabasiatuna Rantalo Keme Shika Sikara Talaba Washasina Rohomi Yeti Alabama Shaka Sikala Rama Shuraba Amahasi Oh Sharabasiakuna Devatmave Ratrikala Mangada Karangalile Kelpichu Pratikinu Gatave Oh Shasi Koromo Rotimi Amen Hallelujah Pashagal Marta കർത്താവേ ഇന്ന് രാത്രികാലം ദൈവകൃപ അധികമായി ജനത്തിന് മേൽ കർത്താവേ ഓ ശാസീന റാതീമി പാരമ്പര്യത്തിന്റെ പല കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വേരോടെ പിഴുതു മാറട്ടെ. ശാന്തിയാക്കാലം തീരാസീമാറാക്കാമനം ഇറങ്ങി തിരിച്ച വിശ്വാസത്തെ മുറുകെ പിടിപ്പാനുള്ള ഒരു കൃപ രാത്രികാലം ഈ ദൈവജനത്തിന് മേൽ ദൈവം പകർന്നാട്ട കർത്താവേ, നെഞ്ചും നെറ്റിയും തിരിച്ച് നിൽപ്പാനുള്ള കൃപ നൽകിയാട്ട കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ആമേൻ സമൂഹത്തെ അല്ല, ആമേൻ ബന്ധുമിത്രാദികളെ അല്ല, ഇന്ന് രാത്രികാലം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുവാനുള്ള കൃപ ജനത്തിന് മേലൊക്കെ പകർന്നവേ കർത്താവേ. വിശ്വാസം മുറുകെ പിടിപ്പാനുള്ള കൃപ ദൈവം ഈ ജനത്തിന് മേൽ പകർന്നവേ കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. ആമേൻ ഇന്ന് രാത്രികാലവും കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കുക, ഒറ്റയോർമ്മവും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രികാലം യഹോവയുടെ ദൂതൻ അവൻ അവർക്ക് ചുറ്റും അവർക്കുള്ളതിന് ചുറ്റും പാളയമിറങ്ങി നിൽക്കുകയാൽ സ്തോത്രം. ഇവരെ പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ സകല പോരുകളെ സഭയായി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ആമേൻ ചില വിശ്വാസ വീരന്മാർ എഴുന്നേൽക്കട്ടെ കർത്താവേ, ഉറച്ചു നിൽക്കട്ടെ കർത്താവേ, ഉറച്ചു നിൽക്കട്ടെ, വിശ്വാസത്തിൽ അടിയുറക്കട്ടെ കർത്താവേ. അതിന് മേലുള്ള കൃപ അങ്ങയുടെ ജനത്തിന് മേൽ അങ്ങ് പകരുന്നതിനായി സ്തോത്രം. ഓട്ടം തികപ്പാനുള്ള കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങളെ സമർപ്പിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ദൈവാലയത്തിലേക്ക് മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ആമേൻ ഞങ്ങളുടെ ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേലങ്ങ് പകരണമേ. ഉപവാസ
വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തോട് അടുത്തു വരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വിശ്വാസം മുറുകെ പിടിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ശത്രുവിന്റെ യാതൊരു കെണിയിലും അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമേ. കർത്താവിന്റെ രാത്രികാല വചന ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെ ശക്തിയോടെ വീണ്ടും ദൈവകരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന എല്ലാ മഹത്വത്തിനും എനിക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് കേട്ട വചനത്തോടും ഇന്നു മുതൽ യേശു കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകുന്ന പിതാവായ ദൈവത്തെ ഇരുകരങ്ങളും ഉയർത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.